ഒരു വർഷം പിന്നിടുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറിക്കഴിഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാന് പകരമെത്തിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നയപ്രഖ്യാപനത്തിനായി ആദ്യമായി നിയമസഭയിലെത്തി. ഇതുവരെ പരസ്പരം ഏറ്റുമുട്ടാനുള്ള വിഷയങ്ങൾ രാജ്ഭവനോ സർക്കാരോ ഉണ്ടാക്കിയിട്ടില്ല. സർക്കാർ ഗവർണർ ബന്ധം ഊഷ്മളമാണ്. മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യ മന്ത്രിയും ചേർന്ന് ഗവർണറെ സ്വീകരിച്ചപ്പോൾ എല്ലാവരുടെയും ശരീരഭാഷയിൽ അത് പ്രകടമായി. നയപ്രഖ്യാപനത്തിലേക്ക് വരും മുൻപ് ഒരു ഫ്ലാഷ് ബാക്കാണ്. നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി നയപ്രഖ്യാപനം വായിക്കാതെ കഴിഞ്ഞ വർഷം അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭ വിട്ടത് കണ്ടിട്ട് വേണം ഇന്നത്തെ നയപ്രഖ്യാപനം കാണാൻ. സർക്കാരുമായി ഏറ്റുമുട്ടലല്ല തന്റെ നയമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അവശേഷിക്കുന്ന ഒരു കൊല്ലം ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്ന നയത്തിലാണ് സർക്കാരും. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് മൃദുവായ പരോക്ഷ കേന്ദ്ര വിമർശനം മാത്രമാണ്. വിമർശിച്ചില്ലെങ്കിൽ കേട്ടിരിക്കുന്നവർ എന്ത് കരുതുമെന്ന ചിന്തയിൽ ഉൾപ്പെടുത്തിയതുപോലെ. നയപ്രഖ്യാപനത്തിൽ പതിവ് പോലെ ആദ്യ ഭാഗത്ത് സർക്കാർ കേന്ദ്ര വിമർശനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് കരുതി. അതുണ്ടായില്ല. അപ്പോൾ ഗവർണർ വായിക്കാതെ ഒഴിവാക്കിയതാണോ എന്ന സംശയമായി. 1 മണിക്കൂറും 57 മിനിറ്റും പ്രസംഗം നീണ്ടപ്പോൾ ഒന്നും ഒഴിവാക്കിയിട്ടില്ലെന്ന് വ്യക്തമായി. കേന്ദ്ര വിമർശനം എന്ന് പറയാവുന്ന ഒരു ഭാഗം ഗവർണർ വായിക്കുകയും ചെയ്തു. അത് തന്നെ വളരെ മൃദുവായി പരോക്ഷമായുള്ള പരാമർശമാണ്. The cessation of GST compensation and revenue deficit grants coupled with restrictive conditions on centrally sponsored schemes and new borrowing constraints have posed significant fiscal challenges for my government. സംസ്ഥാനം സാമ്പത്തികമായി ഞെരുങ്ങാൻ കാരണം കേന്ദ്രവിഹിതം കുറഞ്ഞതും GST നഷ്ടപരിഹാരം ഇല്ലാതായതും അടക്കമുള്ള പ്രശ്നങ്ങളാണ്. ഇത് തന്റെ സർക്കാരിന് സാരമായ സാമ്പത്തിക വെല്ലുവിളികൾ ഉയർത്തിയെങ്കിലും വാഗ്ദാനങ്ങൾ നിറവേറ്റുകയാണെന്നും ഗവർണർ വായിച്ചു. വയനാട് പുനരധിവാസം നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും 1 വർഷത്തിനകം ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഉറപ്പ്. My government is committed to rehabilitating all those affected by the Mepadi landslide by ensuring the completion of the township within 1 year. മുൻ ഗവർണർ സർക്കാരുമായി ഏറ്റുമുട്ടിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് സർക്കാർ നിരത്തിയ നേട്ടങ്ങളുടെ പട്ടിക ഗവർണർ ഒന്നൊഴിവാക്കാതെ വായിച്ചു. Significant progress in higher education is evident, with most state universities achieving high NAC grades. വിഴിഞ്ഞത്തിന് കേന്ദ്രം നൽകാമെന്നേറ്റിരുന്ന 5000 കോടി രൂപയുടെ VGF വായ്പയാക്കി മാറ്റിയതിൽ നയപ്രഖ്യാപനത്തിൽ സർക്കാരിന് വിമർശനത്തിന്റെ സ്വരമല്ല. കേന്ദ്രത്തോട് പ്രത്യേക ഗ്രാന്റാക്കി മാറ്റണമെന്ന നിർദ്ദേശം മാത്രമാണ്. ചുരുക്കത്തിൽ ഇനിയുള്ള 1 വർഷക്കാലം ഏറ്റുമുട്ടാതെ ഗവർണറുമായി സഹകരിച്ചു പോകാനാണ് സർക്കാരിന്റെ നീക്കമെന്ന് നയപ്രഖ്യാപനം കേട്ടാൽ മനസ്സിലാകും. ക്യാമറമാൻ MS സുഹിത്തിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.